ഹായ് ഗായ്സ്, അപ്പോൾ ഞാൻ ബാംഗ്ലൂരിൽ നിന്ന് നാട്ടിൽ വന്നേ. അപ്പോൾ മുടിയൊക്കെ ഭയങ്കര പണ്ടായിട്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും വരുന്ന ടൈമിൽ തന്നെ ഹെയർ കെയർ ചെയ്യാറുണ്ട്. ഞാൻ വിചാരിച്ചു ഇന്ന് കുറച്ച് താളി ഉണ്ടാക്കണം. അപ്പോൾ നമുക്ക് താളി ഉണ്ടാക്കാനുള്ള സാധനം പിച്ചാൻ പോയാലോ? അപ്പോൾ ഗായ്സ്, കണ്ട് ഈ ചെമ്പരത്തിപ്പൂ കുറച്ച് മേളിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കല്ലൊക്കെ കയറി വേണം പോയി പിച്ചാൻ. കുറച്ച് ടാസ്ക്കാണ്, എന്നാലും നമുക്ക് ചെമ്പരത്തിപ്പൂ വേണമല്ലോ. നമുക്ക് കയറി പിച്ചിട്ട് വരാം. നമുക്ക് ഇത്രയും സാധനം കിട്ടി ഗൈസ്. ഇനി നമുക്ക് ബാക്കി ഐറ്റംസ് പിച്ചാം. ഇനി നമ്മൾ തുളസിയില പിച്ചുവാണ് ഗൈസ്. തുളസിയില നമുക്ക് കുറച്ച് മതി. ഇനി നമ്മൾ കറ്റാർവാഴയാണ് എടുക്കുന്നത്. നല്ല ജെല്ലുള്ള കറ്റാർവാഴ. ലാസ്റ്റായിട്ട് കുറച്ച് മുരിങ്ങയിലയും കൂടി എടുക്കുകയാണ് ഗൈസ്. മുരിങ്ങയില ഇടുന്നത് നല്ലതാണ്, നമുക്ക് സ്ട്രെങ്ത് കിട്ടും. ഇനി നമുക്കിതെല്ലാം കൂടി നല്ല രീതിയിൽ ഒന്ന് അരച്ചെടുക്കാവേ. അപ്പോൾ ഗൈസ്, നമ്മുടെ ഹെയർ പാക്കൊക്കെ ശരിയായി. ഗൈസ്, ഇനി നമുക്ക് നല്ലൊരു നാച്ചുറലായിട്ടുള്ളൊരു ഫേസ് പാക്ക് കൂടി ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ തക്കാളിയും കോഫി പൗഡറും പഞ്ചസാരയാണ്. തക്കാളിയാണ് ഞങ്ങളുടെ വീട്ടിലുണ്ടായ തക്കാളിയാണ്. അപ്പം എല്ലാവരും ഓർക്കും ഇതൊക്കെ എല്ലാവരും ചെയ്യുന്നതല്ലേ എന്ന്. പക്ഷേ ഞങ്ങൾ ബാംഗ്ലൂരൊക്കെ ആയതുകൊണ്ട് ഇപ്പോഴും ഞങ്ങളെ കൊണ്ട് ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ ഞങ്ങൾ നാട്ടിൽ വരുമ്പോഴാണ് ഹെയറും ഫേസും ഒക്കെ നന്നായിട്ട് കെയർ ചെയ്യാൻ പറ്റുന്നത്. ഇനി ഇത് നല്ല രീതിയിൽ നമ്മുടെ ഫേസിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ച ഹെയർ പാക്ക് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ. സത്യം പറഞ്ഞാൽ ഇതൊക്കെ യൂസ് ചെയ്യുമ്പോഴത്തേനും തലയ്ക്ക് നല്ലൊരു തണുപ്പും ഒരു റിലാക്സേഷനൊക്കെ നമുക്ക് ഫീൽ ചെയ്യുവേ. ഇനി നമുക്ക് നമ്മുടെ ഫേസിലിട്ട പാക്ക് ഒന്ന് കഴുകിക്കളയാം. നല്ലൊരു ഇൻസ്റ്റൻറ്റ് ഗ്ലോ തന്നെ നമ്മുടെ സ്കിന്നിന് കിട്ടും. പിന്നെ ഹെയറിൻ്റെ കുറേ നേരം നമ്മൾ റെസ്റ്റ് ചെയ്തിട്ട് നമ്മൾ വാഷ് ചെയ്യത്തുള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ്, ബൈ.